നമസ്കാരം. IPL രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു ഇപ്പോൾ ഓപ്പണിംഗ് റോളിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ മുൻ കോച്ച് രാഹുൽ ദ്രാവിഡാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഗംഭീരാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ ഇന്ന് ഈ കാണുന്ന ലെവലിലേക്ക് എത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം പേരും മറ്റൊരു കാര്യം കൂടി വിശ്വസിക്കുന്നുണ്ട്. രാഹുൽ ദ്രാവിഡാണ് സഞ്ജുവിനെ തഴയുന്നത് എന്നത്. രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്നും രാഹുൽ ദ്രാവിഡിനെതിരെയും ഇപ്പോൾ ആരാധകർ ആഞ്ഞടിച്ചിരിക്കുകയാണെന്നുമാണ് പറയുന്നത്. പഞ്ചാബ് കിങ്സുമായുള്ള അവസാന കളിയിൽ 3-ാം നമ്പറിലാണ് സഞ്ജു ബാറ്റിനിറങ്ങിയത്. പക്ഷെ ആ നീക്കം ക്ലിക്കായില്ല എന്ന് മാത്രമല്ല, അവിടം തൊട്ട് രാജസ്ഥാൻ റോയൽസിന് വളരെയധികം അധപതനമായിട്ടുള്ളൊരു ബാറ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. 16 ബോളിൽ ഓരോ 4ഉം 6ഉം അടക്കം 20 റൺസ് മാത്രം എടുത്ത് സഞ്ജു പുറത്തായ കാഴ്ച എല്ലാവർക്കും വലിയ നിരാശയായിരുന്നു. വന്നു നിന്ന് 16 ബോളിൽ ഒരു 4ഉം ഒരു 6ഉം ഒക്കെ അടിച്ചപ്പോൾ എല്ലാവർക്കും വളരെയധികം ആവേശമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ തീ കെട്ടണയുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. നേരത്തെ സീസണിലെ ആദ്യത്തെ 7 മത്സരങ്ങളിലും ഓപ്പണറായി സഞ്ജു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും അദ്ദേഹത്തിനായിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈഭവ് സൂര്യവംശിയുടെ മിന്നുന്ന പ്രകടനത്തോട് സഞ്ജുവിന് ഓപ്പണിംഗ് റോൾ വിട്ടുകൊടുക്കേണ്ടി വരികയായിരുന്നുവെന്നും പറയാം. ഇതാണ് അദ്ദേഹത്തിന്റെ ആരാധകരെ ചൊടിപ്പിച്ചതെന്ന് കൂടി പറയണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായിരിക്കെ സഞ്ജു സാംസണിനെ ഒട്ടും പിന്തുണയ്ക്കാതിരുന്നയാളാണ് രാഹുൽ ദ്രാവിഡ് എന്നും ഇനി രാജസ്ഥാൻ റോയൽസിലും കരിയർ തകർക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സഞ്ജു സാംസൺ തീർച്ചയായും രാഹുൽ ദ്രാവിഡിനെ ഭയക്കണമെന്നും, കാരണം കരിയറിൽ അദ്ദേഹം ഒരിക്കലും സഞ്ജുവിനെ പിന്തുണച്ചിട്ടില്ല. ഇന്ത്യ കോച്ചായിരിക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ നൽകാൻ ദ്രാവിഡ് തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ കോച്ചായി വന്ന ഗൗതം ഗംഭീറാണ് സഞ്ജുവിനെ രക്ഷിച്ചത്. ടീം പിന്നെ T20 ഓപ്പണിംഗ് റോളും വിക്കറ്റ് കീപ്പിംഗ് ചുമതലയും അദ്ദേഹം സഞ്ജുവിന് നൽകി. 3 സെഞ്ചുറികളുമായിട്ട് അദ്ദേഹം കോച്ചിന്റെ വിശ്വാസം കാത്തു. നേരത്തെ തന്നെ ദേശീയ ടീമിൽ തടഞ്ഞത് ദ്രാവിഡ് ഇപ്പോൾ IPLലും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി കരിയർ തകർക്കാനാണ് ദ്രാവിഡിന്റെ പ്ലാൻ എന്നും ആരാധകർ ആഞ്ഞടിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഈ സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസ് വിടണമെന്നാണ് പറയുന്നത്. കാരണം രാഹുൽ ദ്രാവിഡ് മുഖ്യ കോച്ചായി തുടരുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ കരിയർ അപകടത്തിലാണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര T20യിൽ തന്നെ ഇന്ത്യൻ കുപ്പായത്തിൽ 3 സെഞ്ചുറികൾ അടിച്ച ഏക ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. എന്നിട്ടും അദ്ദേഹത്തെ റോയൽസിൽ എന്തുകൊണ്ടാണ് ഓപ്പണിംഗിൽ മുന്നിലേക്ക് മാറ്റിയതെന്ന് ഇതുവരെ ഒരാൾക്കും അറിയില്ല. അടുത്ത സീസണിൽ തന്നെ മറ്റൊരു ടീമിലേക്ക് മാറിയാൽ മാത്രമേ സഞ്ജുവിനെ രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് കണ്ടും പൂട്ടി പറയുകയാണ് ആരാധകർ മുന്നറിയിപ്പാണ് നൽകുന്നത്. സഞ്ജുവിനെ രക്ഷിക്കണമെങ്കിൽ അല്ല, സഞ്ജുവിനെ രക്ഷപ്പെടണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേര്. രാജസ്ഥാൻ റോയൽസ് ടീമിൽ ആങ്കറുടെ റോള് സഞ്ജു ഓപ്പണിംഗിന് ചേരില്ല. ഓപ്പണറായി അഗ്രസീവായ ഇന്നിംഗ്സുകൾ കളിക്കുന്ന താരത്തിന്റെ റോളാണ് അദ്ദേഹത്തിന് കൂടുതൽ യോജിക്കുന്നത്. പക്ഷെ രാഹുൽ ദ്രാവിഡ് മനഃപൂർവ്വം സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്നും താഴേക്ക് ഇറക്കിയിരിക്കുകയാണെന്നും സ്വതസിദ്ധമായ അറ്റാക്കിന് ശൈലിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിന് ആങ്കറാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട്. ഈ സീസണിൽ സഞ്ജുവിന് പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ സാധിക്കാതെ പോയതിന്റെ കാരണവും ഇതിലൊന്നു തന്നെയാണെന്ന് ആരാധകരും കുറിക്കുന്നു. അതേസമയം ഈ സീസണിൽ റോയൽസ് 13 മത്സരങ്ങളിൽ പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും 8 എണ്ണത്തിൽ മാത്രമേ ഇതുവരെ സഞ്ജു കളിച്ചിട്ടുള്ളൂ. പരിക്ക് കാരണം തുടർച്ചയായി 5 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടിയും വന്നു. 34.85 ശരാശരിയിൽ 141.86 സ്ട്രൈക്ക് റേറ്റോടെ 244 റൺസാണ് സഞ്ജുവിന് സ്കോർ ചെയ്യാനായത്. ഒരു 50 അടക്കമുള്ളതാണിത്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിലായിരുന്നു ഇത്. അദ്ദേഹം 66 റൺസ് നേടുകയും ചെയ്തു. എന്നാൽ പിന്നീടൊക്കെ സംഭവിച്ചതും ഇതിനെ തുടർന്നുള്ള വാർത്തകളും ഒക്കെ തന്നെ വരുന്നതും സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്.